കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ. നീറ്റ് എക്സാം എന്ന് കേൾക്കുമ്പോൾ അത് അറിഞ്ഞുകൂടാത്ത ആരുമില്ല അല്ലേ? വെറുതെ ആണെങ്കിലും പാരൻസ് പറയാറുണ്ട് നീറ്റിൻ്റെ കോച്ചിങ്ങിന് വിട്ടേക്കാം, ഏതെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാതിരിക്കില്ല എന്ന്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വൈറൽ വീഡിയോ നീറ്റ് ആസ്പിരൻറ്റിൻ്റെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് ആ വീഡിയോ? ഒരു കുട്ടി നീറ്റ് എഴുതി, ക്വാളിഫൈ ചെയ്തില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ക്വാളിഫൈ ചെയ്തില്ല. സോ ആ കുട്ടി സ്വന്തം കാല് മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ? ഒരു കുട്ടി സ്വന്തം കാല് മുറിച്ചു മാറ്റി. എന്തിനാണ് മുറിച്ചു മാറ്റിയത്? ഡിസബിലിറ്റി കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് അടുത്ത തവണ എഴുതുമ്പോൾ ഈ കുട്ടി ഡിസബിലിറ്റി കോട്ടയുടെ ഉള്ളിൽ വരും, അപ്പോൾ നീറ്റിന് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഈസിയാണ് എന്ന് കരുതിയിട്ടാണ്. സ്വന്തം ലൈഫിനെക്കാളും ഇമ്പോർട്ടൻ്റായി മാറുകയാണ് ഈ പറയുന്ന ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മളുടെ സമൂഹം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചില ജോലികൾക്ക് കൊടുക്കുന്ന ഒരു ഓവർ ഹൈപ്പ് കാരണമാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ ഡിഗ്നിറ്റി ഉണ്ട്. ഇത് പല ആൾക്കാരും മറന്നു പോകുന്നുണ്ട്. അത് കാരണം നമ്മളുടെ കുട്ടികളിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നൊരു ഇൻഫർമേഷനും ഇതുപോലെയാണ്. ചില ജോലികൾക്ക് നമ്മൾ അമിതമായൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലും ഈ പറയുന്നൊരു ജോലി എനിക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫെയിലുവർ ആണ് എന്നുള്ളൊരു മനസ്ഥിതിയിലേക്കാണ് അവർ പോകുന്നത്. നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ക്വാളിഫൈ ചെയ്തില്ല എന്നതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു ഫെയിലുവർ ആണെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല. ആ എക്സാമിനെ ഒരു എക്സാമായിട്ട് കാണുക. അതൊരു ജീവിതത്തിൻ്റെ ഒരു മൂല്യം നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷയല്ല. നീറ്റ് ആസ്പിരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിക്കുമ്പം അവർ മിക്കവാറും 2 പ്ലാനുകളാണ് പറയാറുള്ളത്. അതിലൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും, ഒരു തവണ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രൈവറ്റ് കോളേജസിൽ കുറച്ച് ഫീസ് കൂടുതലായാലും അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കോഴ്സുകളുണ്ടെന്നും പലപ്പോഴും ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അറിയാറില്ല. അപ്പോൾ ഈ ഒരു വൈറൽ വീഡിയോ വന്നതിന് ശേഷം ഞാൻ എന്തൊക്കെ കോഴ്സുകൾ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വെറുതെ ഒരു പേപ്പറിൽ എഴുതി നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബയോളജി എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന 50ഓളം കോഴ്സുകൾ ഞാൻ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നോർമലി നമ്മൾ കരുതുന്നത് ഒരു 10 കോഴ്സോ അല്ലെങ്കിൽ ഒരു 15 കോഴ്സോ ഇത്രയും കോഴ്സേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഈ ഒരു വീഡിയോ കാരണം ഓരോ കോഴ്സുകളും എഴുതി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്രയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്നറിഞ്ഞിരിക്കണം. ഒരിക്കലും നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തില്ല എന്ന് കരുതി ഇനി എനിക്ക് എന്ത് ഓപ്ഷൻ എന്ന് കരുതി ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ഒരു തവണ നീറ്റ് എക്സാം എഴുതി നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശരിക്കും ആ പറയുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ, അതോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ പറയുന്ന പ്രൊഫഷൻ ആഗ്രഹിക്കുന്നത്? സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയിട്ടോ ആണോ എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞിരിക്കുക. രണ്ടാമത്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്കോറുണ്ട്. ആ സ്കോറും യാതൊരു റിലേറ്റഡ് അല്ലാത്തൊരു സ്കോറാണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നതിൽ നിന്നും വളരെയധികം ദൂരെയാണ് ആ സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1 വർഷം നിങ്ങൾ പാഴാക്കേണ്ടതില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? നീറ്റ് ഈ വർഷം എഴുതുന്ന കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ ശരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അവർ നോക്കിയിട്ടില്ല. അതായത് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി നീറ്റ് എഴുതി ഈ കിട്ടാനുള്ള സാധ്യത എന്ത് എന്നും കൂടെ മനസ്സിലാക്കിയിരിക്കാം. ഒരു വർഷം നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് എത്തുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിൽ പരം ആപ്ലിക്കേഷൻസ് ആണ്. എന്നാൽ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുക, ഇവിടെ ടോട്ടൽ MBBSനുള്ള സീറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 55,000 ആണ്. അപ്പോൾ ചിലപ്പോൾ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേറൊരു ഓപ്ഷനും കൂടെ നമ്മൾ കരുതി വയ്ക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഏതൊക്കെ കോഴ്സസ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം.
നമ്മൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ബയോടെക്നോളജിയാണ്. ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ BSc ബയോടെക്നോളജി ഉണ്ട്, BTech ബയോടെക്നോളജി ഉണ്ട്. BTech ബയോടെക്നോളജി കുറച്ച് ടെക്നോളജിക്കൽ ആസ്പെക്ട്സിൽ കൂടുതൽ ഡെപ്തിൽ പഠിക്കുന്ന ഒരു സാധനമാണ്. BSc ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ആ ഒരു ആസ്പെക്റ്റിൽ പഠിക്കുന്നതാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി പ്രോഗ്രാംസ് ഒരുപാട് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻ്റഗ്രേറ്റഡ് BSc MSc ബയോടെക്നോളജി. ഇനി ഇത് കൂടാതെ സ്പെഷ്യലൈസേഷൻ വേണ്ട, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ല, എനിക്ക് മൊത്തത്തിൽ എല്ലാ സബ്ജക്ട്സും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സയൻസ് പ്രോഗ്രാം ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് മാത്രമല്ല, BSc ലൈഫ് സയൻസ്, MSc ലൈഫ് സയൻസ് അങ്ങനെ പോകാം. അല്ലെങ്കിൽ BSc ലൈഫ് സയൻസ് എടുത്തിട്ട് വേറെയുള്ള സബ്ജക്റ്റുകളിലേക്കും നമുക്ക് മാറാവുന്നതാണ്. അപ്പം ലൈഫ് സയൻസ് ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇന്ന് AI കാലമാണല്ലോ. അപ്പം കൂടുതലും ആൾക്കാർ കരുതുന്നത് ഇനിയിപ്പോൾ AI വന്നത് കാരണം ജോലി നഷ്ടപ്പെടും, സോ അങ്ങനെയുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന്. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. ബയോ ഇൻഫോർമാറ്റിക്സിൽ ഈ പറയുന്ന ബയോളജിയും ടെക്നോളജിയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രിയാണ്. ഇൻ്റഗ്രേറ്റഡ് MSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. ഈ പറയുന്ന കോഴ്സും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഫാർമസി ആ ഒരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PharmD ചെയ്യാവുന്നതാണ്. B.Pharm ഇത് ചെയ്യാം, B.Pharm M.Pharm അങ്ങനെ പോകാവുന്നതാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോബയോളജി, ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം നമുക്കറിയാം ഈ പറയുന്ന വാക്സിൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് റിസർച്ചും ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട് മൈക്രോബയോളജിക്കാർക്ക്. അപ്പം മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിച്ചു പോവാവുന്നതാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എമർജിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി. അത് BSc സൈക്കോളജി ആയിക്കോട്ടെ, BA സൈക്കോളജി ആയിക്കോട്ടെ. അതുകൂടാതെ കോഗ്നറ്റീവ് സയൻസ്, ഈവൻ IIT ഈസ് ഫേമസ് ഫോർ എഞ്ചിനീയറിംഗ് അല്ലേ. IIT വരെയും കോഗ്നറ്റീവ് സയൻസിൻ്റെ പ്രോഗ്രാംസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നടത്തുന്നുണ്ട്. സോ കോഗ്നറ്റീവ് സയൻസിൻ്റെ പ്രോഗ്രാംസ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ന്യൂറോ സയൻസ് പ്രോഗ്രാംസ് എടുത്ത് പഠിക്കാം, അതായത് BSc MSc ന്യൂറോ സയൻസ്. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റാണ് എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല ആദ്യം, ഗ്രാജുവലി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറലായിട്ട് ഈ പറഞ്ഞ പോലെ BS MS ലൈഫ് സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യത്തെ വർഷങ്ങളിൽ എല്ലാ സബ്ജക്ട്സും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എടുത്ത് പോകാവുന്നതാണ്. ഇനി ഈ മേഖലയല്ല, കുറച്ചും കൂടെ മാറി വേറെ മേഖല വേണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോറസ്ട്രി എടുത്ത് പഠിക്കാം. BSc ഫോറസ്ട്രി എന്ന് പറയുന്ന കോഴ്സുണ്ട്, ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന കോഴ്സുണ്ട്, എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ സസ്റ്റൈനബിൾ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, BSc സസ്റ്റൈനബിൾ സ്റ്റഡീസ്. അതും ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഒക്കെ ആ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്യാവുന്നതാണ്. ഫിസിയോതെറാപ്പി കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ. ഫിസിയോതെറാപ്പി പോലെ തന്നെയുള്ള ഒരു കോഴ്സാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് ആസ്പിറൻസിന് ഫിസിയോതെറാപ്പിക്കും പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിക്കും പോകാം. ഈ ഫിസിയോതെറാപ്പിയും ഒക്യുപ്പേഷണൽ തെറാപ്പിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകളെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളുടെ ഡിപ്പെൻഡൻസിയിൽ നിന്നും നമ്മളെ ഒഴിവാക്കി തരിക എന്നുള്ളതാണ്. നമ്മളെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് നമ്മളെ അതിൽ നിന്ന് മോചിതരാക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് അവർ അതിനുവേണ്ടി എക്യുപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യാറുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ കട്ടിലായിക്കോട്ടെ, ചെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല ഡിവൈസസ് ആയിക്കോട്ടെ, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ജനറലി നമ്മളുടെ മൂവ്മെൻറ്റിനെയും പലതിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. സ്റ്റിൽ ഇന്ത്യയിൽ കൂടുതലും ഫിസിയോതെറാപ്പിസ്റ്റുകളെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒക്യുപ്പേഷണൽ തെറാപ്പി ഒരു എമർജിങ് ഏരിയയാണ്, പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിനെ ആണോ അപ്രോച്ച് ചെയ്യേണ്ടത്, ഫിസിയോതെറാപ്പിസ്റ്റിനെ ആണോ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റൽസിലെല്ലാം ഇതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനി എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ് ഈ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലും നമ്മുടെ ഹോസ്പിറ്റൽസ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്താണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ത്രെട്ടനിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BSc ന്യൂട്രീഷണൽ സയൻസ്, ഡയറ്റീഷ്യൻ കോഴ്സ്, ഡയറി ടെക്നോളജി, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം ഈ പറയുന്ന കോഴ്സസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹയർ സ്റ്റഡീസ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ നമുക്ക് വർക്ക് ചെയ്യാം, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാം. ഇത് കൂടാതെ ഒരു ഓൺട്രപ്രണർ ആവാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിട്ടുകയാണ്. ഇനി ഇതിൽ തന്നെ സ്പോർട്സ് ന്യൂട്രീഷൻ, അങ്ങനെ സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു വലിയ മേഖലയാണ്, ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ്. നമ്മൾ പല സ്പോർട്സ് ആക്ടിവിറ്റിയും കാണുമ്പോൾ പല ആൾക്കാരുടെയും പെർഫോമൻസ് നമുക്ക് ഭയങ്കര വാവ് എന്ന് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറയും ഓക്കെ, ഈ പറയുന്ന സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ കോച്ച് ഇദ്ദേഹമാണ്, അപ്പോൾ അങ്ങനെ ഒരു കോച്ചിങ്ങിലാണ് ഇവർക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റിയതെന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അതായത് ഈ വ്യക്തി എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്നും എന്ത് ന്യൂട്രീഷനാണ് ആവശ്യമുള്ളതെന്നും ഏത് തരത്തിൽ ഒരു ഏജിനനുസരിച്ചിട്ട് എന്ത് വേണമെന്ന്, എത്രയാണ് അവരുടെ വാട്ടർ ലെവൽ വേണ്ടതെന്നും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റാണ്. അപ്പം ഇതും ഒരു വലിയ എമർജിങ് ഫീൽഡും ആണ്, ഒരുപാട് സാലറി കിട്ടാനുള്ള സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും TV-യിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് വരാറുണ്ട് പല സപ്ലിമെൻറ്റ്സിനെ കുറിച്ചിട്ടും. ഇപ്പം നമുക്ക് omega-3 ഫാറ്റി ആസിഡ് ആയിക്കോട്ടെ, ഇപ്പം മെഗ്നീഷ്യം ആയിക്കോട്ടെ, പൊട്ടാസ്യം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒരു മെഡിക്കൽ ഷോപ്പിൽ അല്ലാണ്ട് ഈ പറയുന്നത് പോലെ നമുക്ക് TV-യിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സിൽ കൂടെ നമുക്ക് വരാറുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ. അപ്പം ഈ കമ്പനികളിലൊക്കെ ഈ പറയുന്ന ന്യൂട്രീഷനിസ്റ്റിൻ്റെയും ഡയറ്റീഷ്യൻസിൻ്റെയും ആവശ്യമുണ്ട്. സോ ആ പറയുന്നൊരു മേഖലയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇനി പബ്ലിക് ഹെൽത്തിൻ്റെ മേഖലയായിക്കോട്ടെ, പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സസ് ഉണ്ട്. കമ്മ്യൂണിറ്റി സയൻസിൻ്റെ കോഴ്സുണ്ട്, എമർജൻസി ആൻഡ് ട്രോമ കെയർ കോഴ്സസ് ഉണ്ട്, ഒരുപാട് റേഡിയോ തെറാപ്പി, കാർഡിയാക് ടെക്നോളജി, ഡയാലിസിസ്, ഇപ്പോൾ ഈ പറയുന്ന മേഖലകളിലൊക്കെ ഇപ്പോൾ ഗ്രാജുവേഷൻ കോഴ്സസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന കോഴ്സസും തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ പ്രിപ്പറേഷൻ ലെവലിൽ തന്നെ നമുക്ക് മറ്റ് എക്സാംസും എഴുതാനായിട്ട് സാധിക്കും. ഇനി നഴ്സിംഗ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ എയിംസ് നഴ്സിംഗിന് വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്, ജിപ്മർ സെപ്പറേറ്റ് എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ പ്രിപ്പറേഷൻ വെച്ച് തന്നെ ഈ എക്സാംസിനും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് ഐസറിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരും നടത്തുന്നുണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷൻ, IIT എന്ന് പറയുന്നത്. അപ്പം ഈ എൻട്രൻസ് എക്സാമിനേഷനും എഴുതാവുന്നതാണ്. ഇനി BPharm പഠിക്കണം എന്നുണ്ടെങ്കിൽ ബിറ്റ്സാറ്റ്, അതായത് ബിറ്റ്സ് പിലാനിയുടെ ബിറ്റ്സാറ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് എക്സാംസ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ കുട്ടികൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് എപ്പോഴും നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക. ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത്, ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാംസും എഴുതാനായിട്ട് ശ്രമിക്കുക.